ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരുന്ന പ്രധാന തടസ്സമായ നെഗറ്റീവ് ചിന്തകൾ. നമ്മുടെ മനസ്സ് നമ്മുടെ തന്നെ ശത്രുവാകുന്ന അവസ്ഥയാണത്. ചിലപ്പോൾ നമ്മൾ തന്നെ സംശയിക്കുന്നു. ഒരേ ഒരു ചിന്ത, അത് മതി നമ്മുടെ ഉറക്കം കെടുത്താൻ. ഈ നെഗറ്റീവ് ചിന്തകൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ തന്നെ ബാധിക്കുന്നു. അതിനാൽ അതിനെ ഡീറ്റോക്സ് ചെയ്യേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഡീറ്റോക്സ് എന്ന് പറയുന്നത് മനസ്സിനെ ശുദ്ധീകരിക്കൽ എന്നർത്ഥത്തിലാണ്. ശരീരത്തെ പോലെയാണ് മനസ്സും. അതിന് പൂർണ്ണ ശുചിത്വം വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും മനസ്സിന് ബാധകമാണ്. എന്നാൽ അതിനേക്കാൾ വേഗത്തിൽ നമ്മുടെ ചിന്തകൾ മനസ്സിനെ വിഷമപ്പെടുത്തുന്നു. അതിനാൽ നമ്മൾ മനസ്സിൻ്റെ ഭക്ഷ്യശുദ്ധിയും ചിന്താശുദ്ധിയും ഉറപ്പാക്കണം. നെഗറ്റീവ് ചിന്തകൾ വരുന്നത് മനസ്സിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ്. എന്നാൽ അതിൽ നാം കുടുങ്ങുമ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ചിന്തകളെ മാറ്റാൻ കഴിയില്ല, പക്ഷേ അതിനെ കൈകാര്യം ചെയ്യാനുള്ള രീതി നമ്മൾ പഠിക്കണം. നാം ഓരോരുത്തരും ദിവസേന 60,000 ചിന്തകൾ ആലോചിക്കുന്നു. അതിൽ 80% നെഗറ്റീവ് ആകാമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ എന്തൊക്കെ നടക്കുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ ചിന്തകളെ ശരിയായി തിരിച്ചറിയുക എന്നതിൽ നിന്നാണ് ഡീറ്റോക്സ് ആരംഭിക്കുന്നത്. മനസാക്ഷി ഉറക്കത്തിൽ കഴിയുമ്പോഴാണ് നെഗറ്റീവ് ചിന്തകൾ ശക്തമാകുന്നത്. അതിനാൽ അവയെ നേരിടാൻ ആത്മബോധം ആവശ്യമാണ്. ആദ്യഘട്ടം നെഗറ്റീവ് ചിന്തയെ തിരിച്ചറിയുക. രണ്ടാം ഘട്ടം അതിനെ അംഗീകരിക്കുക. മൂന്നാം ഘട്ടം അതിനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു എന്നത് മനസ്സിലാക്കുക. അത് വലിയ മുന്നേറ്റമാണ്. അതിനാൽ ജേർണലിങ്ങിന് ശ്രമിക്കുക. ഓരോ ദിവസവും ഞാൻ എന്തെല്ലാം ചിന്തിച്ചു എന്ന് കുറിക്കുക. അതിനുശേഷം അതിൽ എന്ത് നെഗറ്റീവായിരുന്നു എന്ന് തിരിച്ചറിയുക. അതിനായി ചോദ്യങ്ങൾ ചോദിക്കാം. ഈ ചിന്ത എവിടെ നിന്നാണ് വന്നത്? ഇതിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇത് മറ്റുള്ളവരുടെ അഭിപ്രായമാണ് എങ്കിൽ അത് എന്തുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുന്നു? എൻ്റെ പൂർവ്വപരിചയങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഇതെൻ്റെ ഭാവിയെ എങ്ങനെ ബാധിക്കുന്നു? ഞാൻ ഇതിനെ മാറ്റിയാൽ എനിക്ക് എങ്ങനെ അനുഭവപ്പെടും? ഇതെല്ലാം ചോദിച്ചാൽ നമ്മൾ ആ ചിന്തയെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നു. ഓരോ ചിന്തയും കൃത്യമായി പരിശോധിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട പ്രവർത്തനം. അതിനുശേഷം നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ ആരംഭിക്കുന്നു. അതിനായി ധ്യാനം ഒരു ഉത്തമ മാർഗമാണ്. മൗനം പാലിക്കുക, ശ്വാസത്തെ നിരീക്ഷിക്കുക. ഓരോ ശ്വാസം പുറത്തേക്കൊഴുകുമ്പോഴും ചിന്തകൾ പുറത്തു പോകുന്നു എന്ന് പ്രതീക്ഷിക്കുക. അതിനൊപ്പം ശരിയായ അഫർമേഷൻ ആവർത്തിക്കുക. ഞാൻ ശാന്തനാണ്, ഞാൻ സുരക്ഷിതനാണ് എന്നുപോലുള്ള വാക്കുകൾ. പോസിറ്റീവ് ചിന്തകൾക്ക് അവസരം നൽകാം. അതിനായി നമ്മൾ ചുറ്റുപാടും മാറ്റണം. ഉണർവുള്ളവരുമായി ഇടപഴകുക. ആകെയുള്ള അന്തരീക്ഷം മാറ്റുമ്പോൾ മനസ്സിൽ വലിയ മാറ്റം വരും. നമ്മുടെ ചിന്തകൾ ശരീരത്തെയും ബാധിക്കുന്നു. ഒരു നെഗറ്റീവ് ചിന്ത ഉയർന്നാൽ ഉടൻ തന്നെ ശരീരത്തിൽ ടോക്സിൻ ഉണ്ടാകുന്നു. ഇത് തലവേദന, ദാഹക്കുറവ്, ഊർജ ഹാനി, ഉറക്കക്കുറവ് തുടങ്ങിയ രൂപത്തിൽ കാണാം. അതിനാൽ മനസ്സിലൊപ്പം ശരീരത്തെ ശുദ്ധീകരിക്കാനും ശ്രദ്ധ വേണം. അതിനായി വ്യായാമം അത്യാവശ്യമാണ്. ദിവസം 20 മിനിറ്റ് നടപ്പ് പോലും നെഗറ്റീവ് ചിന്തകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ചിലപ്പോൾ ഓർമ്മകളും കുറ്റബോധവും ശരീരത്തെ തന്നെ സ്റ്റോർ ചെയ്യുന്നു. അതിനാണ് യോഗയും പ്രാണായാമവും ചെയ്യുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ചാൽ അതിനാലാണ് യോഗയും പ്രാണായാമവും ചെയ്യുന്നത്. ശ്വാസത്തെ നിയന്ത്രിച്ചാൽ ചിന്തകളും നിയന്ത്രണത്തിലാവും. ദീർഘശ്വാസം നമുക്ക് ചിന്തകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആഴത്തിൽ ശ്വസിക്കുക. എല്ലാ നെഗറ്റീവ് ചിന്തകളും പുറത്തേക്ക് ഒഴുക്കുക എന്ന ധാരണ കൊണ്ട് ശ്വസിക്കുക. ദിവസേന രാവിലെ എഴുന്നേറ്റ ശേഷം 10 മിനിറ്റ് അതിനായി നൽകുക. ശാരീരികവും മാനസികവും ആത്മീയവുമായ ബന്ധം ശക്തമാകുമ്പോൾ മാത്രമേ ഡീറ്റോക്സ് പൂർണ്ണമാകൂ. ആത്മാവും നെഗറ്റീവ് ചിന്തകളുടെ ഭാരം ഏറ്റെടുക്കുന്നു. അതിനാലാണ് ആത്മബോധം അത്യാവശ്യമായി വേണ്ടത്. ആത്മാവിനെ ഉണർത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. അതിന് സംഗീതമാകാം, പ്രാർത്ഥനയാകാം, പ്രകൃതിയിലേക്കുള്ളൊരു പുഞ്ചിരിയാകാം. ഓരോ ദിവസവും ആത്മാവ് സന്തോഷപ്പെടുന്ന ഒന്നെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്താൽ ചിന്തകളുടെ ഭാരം കുറയും. നമ്മിൽ അവബോധം വന്നാൽ നെഗറ്റീവ് ചിന്ത കണക്കാക്കാനാകും. അവയെ നമ്മളെ നിയന്ത്രിക്കാതെ നമ്മൾ അവയെ നിയന്ത്രിക്കുക. അതിനായി നാം കൃത്യമായി മനസ്സിലാക്കണം. എനിക്ക് ആ ചിന്ത വന്നപ്പോൾ എന്താണ് എനിക്ക് അനുഭവപ്പെട്ടത്, അതിൻ്റെ പിന്നിലുള്ള ആധികാരികത എന്താണ്,
അതിനെതിരായ ഒരു പോസിറ്റീവ് ചിന്ത നിർമ്മിക്കാൻ ഞാൻ ശ്രമിച്ചോ? എന്നാലും ഞാൻ എൻ്റെ മനസ്സോട് ഒരിക്കൽ പോലും സമ്മതിച്ചോ? നിങ്ങളുടെ മനസ്സിനെ സ്നേഹത്തോടെ സമീപിക്കുക. അതിനെ ഒരിക്കലും കുറ്റം പറയരുത്. മനസ്സാണ് നമ്മൾക്ക് മുന്നിൽ വലിച്ചിടുന്നത്. അതിനെ പിടിച്ചു കെട്ടാതെ ആസ്വദിച്ചു വിടുക. നെഗറ്റീവ് ചിന്ത എത്തുമ്പോൾ ഇത് പോകും, ഞാൻ ഈ വികാരത്തിൽ നിന്നല്ല, ഞാൻ അതിനപ്പുറവുമാണ് എന്ന് പറയുക. ഈ മനോഭാവം കൊണ്ട് തന്നെ മനസ്സിൻ്റെ വികാരശുദ്ധി ആരംഭിക്കുന്നു. ഒരിക്കൽ മനസ്സ് ശാന്തമായ ഒട്ടും തന്നെ പുതിയ വിചാരങ്ങൾ കയറി വരികയില്ല. ഓരോ ചിന്തയും നല്ലതാണ്. നല്ലത് നട്ടാൽ നല്ലത് വളരും. അതിനായി നല്ല ശബ്ദം, നല്ല വായന, നല്ല സമൂഹം എന്നിവ തിരഞ്ഞെടുക്കുക. ചിന്തകളെ വളർത്തുന്നത് നമ്മളെ ചുറ്റിയിരിക്കുന്നത് തന്നെയാണ്. നമ്മുടെ സൗഹൃദം, സംശയം, പരിഭവം നിറഞ്ഞതാണെങ്കിൽ അത് മനസ്സിനെ ബാധിക്കും. അതിനാൽ ആശയവിനിമയവും ബന്ധങ്ങളും പുനഃപരിശോധിക്കുക. ശരിയായവരോടൊപ്പം പോകുന്നത് തന്നെ ഒരു ശുദ്ധീകരണമാകുന്നു. ചിന്തകൾ വന്നു പോകുന്നത് നോർമലാണ്, പ്രശ്നമല്ല. അതിൽ കുടുങ്ങിയാൽ മാത്രമാണ് ദുഃഖം തുടങ്ങുന്നത്. മനസ്സിൽ ഉണർത്തൽ വരുത്തുക. അതിനായി ഓരോ ദിവസവും ധ്യാനത്തിന് സമയം മാറ്റിവെക്കുക. ആ സമയം നിങ്ങളുടെ ആത്മാവിനായി സംഭാവനയായി കാണുക. നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ചിന്തകളെ മാറ്റാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്. ആ ശക്തിയെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഉണർത്തുന്നത്. അതിനായി എല്ലായ്പ്പോഴും ഓർക്കേണ്ടത്, നിങ്ങൾ ചിന്തകൾക്ക് താഴെയല്ല, അതിന് മുകളിലാണ്. ചിന്തകൾ വരട്ടെ, അതിനുമേൽ പ്രതിഫലനം ചെയ്യുന്ന നിങ്ങളാണ് വിലപ്പെട്ടത്. ഈ തിരിച്ചറിവ് തന്നെയാണ് നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഡീറ്റോക്സിൻ്റെ ആദ്യപടി. താങ്ക് യു.